ഒരു വോയിസ് മെസ്സേജ് പോലും അയക്കാത്ത ഒരാളേന് ഞാൻ. ഇപ്പം കണ്ടില്ലേ ഓൺ വോയിസിലൊക്കെ വീഡിയോസ് ചെയ്യുന്നത്. എന്താ ചെയ്യുക, പൊതുവെ എൻ്റെ വോയിസ് ഇഷ്ടമില്ലാത്ത ഒരാളാട്ടെ ഞാൻ. പക്ഷേ ഇപ്പൊ എന്താ അറിയില്ല, ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിക്കാണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. അതവിടെക്കട്ടെ, നമുക്ക് ഇന്നലത്തെ ബാക്കി കാണാം. അങ്ങനെ മാൾ ഓഫ് ഖത്തറിലേക്ക് ഇറങ്ങിയ ഞങ്ങൾ നാഷണൽ ലൈബ്രറി ലക്ഷ്യാക്കി കണ്ട് അൽ റയ്യാൻ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ തന്നെയാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാട്ടോ അത്. ഖത്തറിലെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ അത് തെറ്റിയായിരുന്നു. ഈ സ്ഥലം എന്തുകൊണ്ട് ഞാൻ കാണാൻ വൈകിയടോ എനിക്കറിയില്ല. ഇത്രയും നല്ല സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് എന്നെ വല്ലാണ്ട് അങ്ങോട്ട് അത്ഭുതപ്പെടുത്തി. ഈ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലം കേട്ടോ അത്. ഞാനങ്ങനെ വലിയ ബുക്ക് വായിക്കുന്ന ആളൊന്നല്ല, പക്ഷെ ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ മനസ്സിലുണ്ട്. ഞങ്ങൾ വന്നത് ഏതായാലും നല്ല നേരത്തെ ആയിരുന്നു. ഈ ലൈബ്രറി ക്ലോസ്ഡ് ആടോ, പിന്നെ എങ്ങനെ അവിടെ ആൾക്കാരെ കാണാം. സാരല്ല, ഇനി അടുത്ത പ്രാവശ്യം വരാം, അപ്പൊ കാണാലോ. ആൾക്കാരല്ല ലൈബ്രറിനെ. ഏതായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഒന്ന് രണ്ട് ഫോട്ടോസ് അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ച്. നല്ല ബാക്ക്ഗ്രൗണ്ടും ആണ്. അങ്ങനെ ഒന്ന് രണ്ട് ഫോട്ടോസിൽ ഒതുക്കാതെ ഞങ്ങൾ അങ്ങോട്ട് ചറപറാന്ന് ഫോട്ടോസ് അങ്ങോട്ട് എടുത്തു. അത് ഇവിടെ വേറെ ആരും ഇല്ല, അപ്പൊ നല്ല ധൈര്യത്തിൽ പോസും കൊടുക്കുക. പിന്നെ അവിടെ വാ പൊളിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കാണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങി. ഇതിന്റെ അടുത്ത് തന്നെ ഒരു വലിയ പള്ളി ഉണ്ട് പോലും. അതാ ആ കാണുന്ന രണ്ട് ബിൽഡിംഗ് കണ്ടില്ലേ, അതന്നെ. ബാക്കി സ്ഥലങ്ങൾ അടുത്ത പാർട്ടില്.